ചെന്നൈ തിരുവണ്ണാമലയിൽ ഹോട്ടൽ മുറിയിൽ കുടുംബം ജീവനൊടുക്കിയ നിലയിൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. ദൈവത്തിൽ മോക്ഷം പ്രാപിക്കാൻ വിഷം കഴിച്ചതായി വ്യക്തമാക്കുന്ന ഇവരുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനു ചേരുന്നു. മനു, അന്ധവിശ്വാസമാണോ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്? എന്താണ് മനസ്സിലാക്കുന്നത് ഈ വീഡിയോ സന്ദേശത്തിൽ നിന്നും? ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ വീണ്ടും ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ ജീവനൊടുക്കുന്ന ദാരുണമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ചെന്നൈ തിരുവണ്ണാമലയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നാണ് ഈ കുടുംബത്തെ ജീവനൊടുക്കുന്നതിൽ കണ്ടെത്തിയത്. ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് പോലീസ് നൽകുന്നത്. മഹാകാല വ്യാസർ, ഭാര്യ രുക്മിണി, മക്കളായ ജലത്രി, മുകുന്ദാകാശ് കുമാർ എന്നിവരെയാണ് മരിക്കുന്നതിൽ കണ്ടെത്തിയത്. ഈ കുടുംബം ദിവസങ്ങൾക്ക് മുമ്പ് തിരുവണ്ണാമലയിൽ എത്തി താമസിച്ച് വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറച്ചു ദിവസമായി ഇവരെ ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്ത് കാണാത്തതിനാൽ സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തതിൽ നിന്നുമാണ് ഈ ഒരു വീഡിയോ സന്ദേശം അവർ ചിത്രീകരിച്ചതായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ദൈവത്തിൽ മോക്ഷം പ്രാപിക്കാനായിട്ട് വിഷം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് മരണകാരണമായി കണക്കാക്കുന്നത്. ദേവനും ദേവിയുമാണ് തങ്ങളെ തിരുവണ്ണാമലയിലേക്ക് എത്തിച്ചത്. ദൈവത്തിന്റെ പാതയിലെത്താൻ ജീവൻ ഒടുക്കുകയാണെന്നും മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്നുമാണ് ഇവർ ഈ വീഡിയോ സന്ദേശത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ദൈവത്തിൽ മോക്ഷം പ്രാപിക്കാൻ വിഷം കഴിച്ചു എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്നും മനുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.